ഹലോ, നമസ്കാരേ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മൾ മാതമംഗലം മുച്ചിലോട്ട് ക്ഷേത്രത്തിലേക്ക് തെയ്യം കാണാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പം വൈകുന്നേരം 5-5:30 അപ്പോൾ 4 ദിവസം തെയ്യം ഉണ്ടായത്. ഇന്ന് ലാസ്റ്റ് കഴിയുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് 3 മണിയാകുമ്പോഴേക്കും മുച്ചിലോട്ട് അമ്മയുടെ തിരുമുടി ഉയരലാണ് അല്ലേ? അതിപ്പോ ടി വി കണ്ടിനി. അച്ഛനമ്മയും വരുന്നില്ലേ, അവർക്ക് ഭയങ്കര പൊടിയല്ലായിരിക്കും, ഭയങ്കര ആൾക്കൂട്ടായിരിക്കും. 10-19 വർഷമായിട്ടായി അവിടെ തെയ്യം കഴിയാത് അല്ലേ? അപ്പോ അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ഭയങ്കര ആൾക്കാരും പൊടിയലായിരിക്കും. അതുകൊണ്ട് അമ്മക്ക് എല്ലാം വരാനാവില്ല. നമുക്ക് നടുവിന് ചെറിയ ചതവിന്റെ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ അത് ശരിയായി വരുന്നത്രേ. അച്ഛനും പൊടിയലായതുകൊണ്ട് അച്ഛൻ വന്നിട്ട. അപ്പോൾ നമ്മെന്നാല് പോയിട്ട് വരട്ടെ. പറ്റുന്നത്ര വീഡിയോയിൽ എടുക്കുക. എന്നാ പിന്നെ നേരെ മാതമംഗലം മുച്ചിലോട്ട് ക്ഷേത്രത്തിലേക്ക്. രമേശ് ചേട്ടൻ വിളിച്ചിട്ടുണ്ടേ. ഓട്ടോ ഇപ്പം വരും. ഇന്ന് ബസ്സിൽ ഭയങ്കര തിരക്കാണ്. ഉച്ചക്കാലം ഞാൻ വരുമ്പോ 9 തിരക്കായിരുന്നു. എല്ലാവരും മാതാളത്തേക്ക് പോകുന്നു. അവിടെ ബസ് പോയാൽ ശരിയാവും തോന്നുന്നില്ല, പിള്ളേരെല്ലാം ഇല്ലല്ലേ. അപ്പൊ നമ്മളെ റോഡെല്ലാം അടിപൊളി റോഡായി വരുന്നുണ്ട്. മെക്കാടൻ ടാറിങ് ആണ് വരുന്നു. നല്ല 5 മീറ്റർ ആരും വീതി കൂട്ടിയിട്ടുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുന്നേ. നമ്മളെ വീട് ഇപ്പൊ നമ്മള് കട്ട റോഡാണ്. ഇങ്ങനെ വീട് നിങ്ങൾ കാണും, ഇങ്ങനെ അതിന്റെ അപ്പുറം തന്നെ ആ തറവാട്, അതിന്റെ അപ്പുറം നമ്മളെ വീട്. അപ്പൊ നമ്മുടെ രമേശ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. കയറിക്കോ എല്ലാരും. നേരെ മാതാളത്തേക്ക് തന്നെ വിട്ടാ കേട്ടാ. മാതാളത്തേക്ക് തന്നെ വിട്ടോ. റോഡ് പണി വേഗം തീരുവാ രമേശ് ചേട്ടാ. ഇതല്ലേ തെയ്യാമക്കാവും അറിയാക്കല്ലേ. അതല്ലേ ബസ് വേണം, തിരക്കായി. അപ്പുറം കൊണ്ടല്ല കേട്ടാ. നടക്കാണ്ടല്ലേ. മാതമംഗലം ടൗണിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. നടന്ന് പോയി. ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട്. നമ്മ കണ്ടു, ഇപ്പം കണ്ടിട്ട് പറഞ്ഞു. ചന്തേട്ട ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ടോ? ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ടോ? അതല്ല എടുക്കുന്നാല്. നമ്മൾ മെമ്പർ കണ്ടിട്ടുണ്ട് ഇവിടെ.
നിങ്ങൾ വേണ്ടരാ ഭക്ഷണം കഴിഞ്ഞോ അതല്ലേ നിങ്ങൾ കഴിച്ച പറയുന്നല്ലേ. ഓക്കെ എന്നാ പോയിട്ട് വരാം. ഓക്കെ ആ കിട്ടി കിട്ടി കിട്ടി. കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ. നോക്കെന്നാ ശരി. ശാന്തമ്മേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാനിവിടെ അപ്പൊ ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ട്. അടിച്ചാല് സ്കൂട്ടി ഇതങ്ങാടുന്ന് കാണും. അടിക്കുവാ അടിക്കുവാ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ. കൊറേ ആൾ വാങ്ങുന്നുണ്ട്. ഒരു സംഭാവനയില്ല അല്ലേ. അപ്പൊ തെയ്യം കണ്ടു. ഇനി അന്നദാനം കഴിക്കാൻ പോയെന്നേ. പ്രസാദല്ലേ, പോയി കഴിച്ചിട്ട് വരാം. തിരക്കുണ്ടല്ലോ അല്ലേ. ഇടവഴിയിലെല്ലാം പോണം അല്ലേ. വളഞ്ഞു വളഞ്ഞെല്ലാം പോണം. എന്നാലും ഒരു ഇതല്ല അല്ലേ കഴിക്കുന്നത്. നല്ല തിരക്കുണ്ട്. നല്ല നല്ല ഭക്ഷണമായിട്ടില്ലേ. ആരോ യൂട്യൂബർ ഉണ്ടോ, വേറെ ഏതോ യൂട്യൂബർ ഉണ്ട്. പക്ഷെ അവരെ കണ്ടിട്ട് എന്തോ സന്തോഷം വിളിച്ചാടുന്നു. നച്ചു
അച്ഛൻ മാല എടുക്കാൻ നോക്കിയിട്ടുണ്ട്. വേണ്ടേ എന്താ വാങ്ങുന്നത്? അച്ഛനോ ദർശു ദർശു വേണ്ട ദർശു ഇങ്ങോട്ട് നോക്കിയാ. അപ്പോ തെയ്യം കണ്ട് വീട്ടിൽ മടങ്ങിയെത്തിയേ. ഭയങ്കര ആൾക്കാരാണ്, ജനങ്ങൾ പറഞ്ഞ ഭയങ്കര ജനങ്ങൾ. അപ്പൊ 19 വർഷം കഴിഞ്ഞിട്ട് നടക്കുന്ന പെരുങ്കളിയാട്ടാണ്, അതുകൊണ്ടാണ് ഭയങ്കര ജനങ്ങൾ. അപ്പൊ അമ്പലത്തിന് ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല, അതുകൊണ്ട് തെയ്യത്തിന്റെ ശരിക്കും വീഡിയോ ഒന്നും കിട്ടിയിട്ട. ഓരോരോ അമ്പലത്തിനും ഓരോ ആചാരങ്ങളും ഉണ്ടല്ലോ. അപ്പോ അങ്ങനെയാണ്. പിന്നെ കൊറേ നമ്മളെ വീഡിയോ കാണുന്ന കൊറേ പരിചയമുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിനി, അവരെല്ലാം കണ്ടു. അങ്ങനെ കൊറേ ജനങ്ങളെ കണ്ടു. അതെല്ലാം തന്നെയാണ് ഒരു കൂട്ടായ്മയാണല്ലേ പെരുങ്കളിയാട്ടെന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടായ്മയാണ്. അപ്പൊ എല്ലാവരും സഹായിച്ച് പോകുന്ന ഒരു ഉത്സവം അല്ലേ. എന്നാ പിന്നെ ഓക്കെ.